ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. Hello everyone, welcome back to our English class. I hope you all are doing well. So, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് കോമൺ ഫ്രേസസ് ആണ്, അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ്. സപ്പോസ് നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിലോട്ട് പോവുകയാണ് ഫോർ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് അവൈൽ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ്. സോ വിതൗട്ട് ഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മളിവിടെ പോകുമ്പോഴും ഹെൽപ്പ് ഡെസ്ക് കാണാറുണ്ട്. സോ ആദ്യമായിട്ട് ആ ഓഫീസിലോട്ട് വരുന്ന ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ, ഹെൽപ്പ് ഡെസ്ക് എവിടെയാണെന്ന് അറിയണ്ടേ നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഹെൽപ്പ് ഡെസ്ക് എവിടെയാണ് എന്ന് ചോദിക്കുക. ഹെൽപ്പ് ഡെസ്ക് എവിടെയാണ്? വേർ ഈസ് ദ ഹെൽപ്പ് ഡെസ്ക്? വേർ ഈസ് ദ ഹെൽപ്പ് ഡെസ്ക്? ഹെൽപ്പ് ഡെസ്കിനെ നമുക്ക് എൻക്വയറി എന്നും പറയാം. സോ എങ്ങനെ ചോദിക്കാം? വേർ ഈസ് ദ എൻക്വയറി? വേർ ഈസ് ദ എൻക്വയറി? വേർ ഈസ് ദ എൻക്വയറി? ക്ലിയർ? സോ ഇനി നമുക്ക് ഏതൊരു ഓഫീസിനും ഒരു ടൈമിംഗ് ഉണ്ടാവും, ഓഫീസ് ടൈമിംഗ് ഉണ്ടാവും. ഈ ഓഫീസിൻ്റെ ടൈമിംഗ് എന്താണെന്ന് എന്നോട് പറയാമോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഓഫീസ് സമയക്രമം എന്താണെന്ന് എന്നോട് പറയാമോ? ഓഫീസ് സമയക്രമം എന്താണെന്ന് എന്നോട് പറയാമോ? ക്യാൻ യു ടെൽ മീ ദ ഓഫീസ് ടൈമിംഗ്? Can you tell me the office timing? Can you tell me the office timing? Clear? ഇനി നമുക്ക് ഒരു അപ്ലിക്കേഷൻ വെക്കുകയാണ്. സപ്പോസ് നമ്മളൊരു നേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ലോക്കൽ ബോഡീസിൽ പോയിട്ട് നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കണം. ഈ അപേക്ഷയ്ക്കായി എനിക്ക് ഏതൊക്കെ രേഖകൾ വേണം? ഈ അപേക്ഷയ്ക്കായി എനിക്ക് ഏതൊക്കെ രേഖകൾ വേണം എന്ന് വെച്ചാൽ ഏതൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം? ഈ അപേക്ഷയ്ക്കായി എനിക്ക് ഏതൊക്കെ രേഖകൾ വേണം? വാട്ട് ഡോക്യുമെൻറ്റ്സ് ഡു ഐ നീഡ് for this application? What documents do I need for this application? What documents do I need for this application? Documents എന്നാണ് രേഖയ്ക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി അപേക്ഷാ ഫോം എവിടെ ലഭിക്കും, അല്ലെങ്കിൽ അപേക്ഷാ ഫോം എനിക്ക് എവിടെ കിട്ടും എന്ന് ചോദിക്കാം. അപേക്ഷാ ഫോം എവിടെ ലഭിക്കും? Where can I find the application form? Where can I find the application form? Where can I find the application form? ക്ലിയർ ആണല്ലോ? ഇനി ചില സർവീസസിനൊക്കെ നമ്മൾ ക്യാഷ് അടയ്ക്കേണ്ടി വരും. ഒരു നോമിനൽ സം നമ്മൾ ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ സർവീസിന് എന്തെങ്കിലും ക്യാഷ് വേണോ? ഈ സേവനത്തിന് ഫീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ സേവനത്തിന് ഫീസ് ഈടാക്കുമോ? എങ്ങനെയാണ് ചോദിക്കുക ഈ സേവനത്തിന് ഫീസ് ഉണ്ടോ എന്ന്? ഈസ് ദർ എ ഫീ ഫോർ ദിസ് സർവീസ്? ഈസ് ദർ എ ഫീ ഫോർ ദിസ് സർവീസ്? ഈസ് ദർ എ ഫീ ഫോർ ദിസ് സർവീസ്? ക്ലിയർ? സോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സർവീസ് അവൈൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫീ അടച്ചു, ഗവൺമെൻറ്റിലോട്ടൊരു ഫീ അടച്ചു. അങ്ങനെ ഒരു ഫീ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫീ അടച്ചു എന്നതിനുള്ളൊരു പ്രൂഫായിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കും? അതിൻ്റെ റെസിപ്റ്റ് വാങ്ങിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആ റെസിപ്റ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാം, എൻ്റെ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ലഭിക്കുമോ എന്ന് ചോദിക്കാം അല്ലേ? നമുക്ക് എൻ്റെ പേയ്മെൻറ്റിൻ്റെ റെസീപ്റ്റ് ലഭിക്കുമോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ ഐ ഗെറ്റ് എ റെസിപ്റ്റ് ഫോർ മൈ പേയ്മെൻറ്റ്? ക്യാൻ ഐ ഗെറ്റ് റെസിപ്റ്റ് ഫോർ മൈ പേയ്മെൻറ്റ്? ഇത് വളരെ ഫോർമലായിട്ട് നമുക്ക് ചോദിക്കാം. ക്യാൻ ഐ ഗെറ്റ് എ റെസിപ്റ്റ് ഫോർ മൈ പേയ്മെൻറ്റ്? ക്യാൻ ഐ ഗെറ്റ് എ റെസിപ്റ്റ് ഫോർ മൈ പേയ്മെൻറ്റ്? ക്ലിയർ? ഓക്കെ, അങ്ങനെ നമ്മൾ അപ്ലിക്കേഷനൊക്കെ കൊടുത്തു. ഈ അപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഇല്ല, അതിനൊരുപാട് ടൈം എടുക്കും അല്ലേ? ചിലപ്പോൾ 7 days എടുക്കും, ചിലപ്പോൾ 3 days എടുക്കും. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഒരു അപ്രോക്സിമേറ്റ്ലി എത്ര സമയം എടുക്കും എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ മലയാളത്തിൽ പ്രക്രിയ എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ ഒരു പ്രക്രിയയ്ക്ക് എത്ര സമയം എടുക്കും? ഈ ഒരു പ്രക്രിയയ്ക്ക് എത്ര സമയം എടുക്കും? ഹൗ ലോങ് വിൽ ദ പ്രോസസ് ടേക്ക്? ശ്രദ്ധിക്കൂ, ഹൗ ലോങ് വിൽ ദ പ്രോസസ് ടേക്ക്? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര കാലം, എത്ര ടൈം, എത്ര കാലം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ഹൗ ലോങ്. ഹൗ ലോങ് വിൽ ദ പ്രോസസ് ടേക്ക്? എങ്ങനെയാണ്? ഹൗ ലോങ് വിൽ ദ പ്രോസസ് ടേക്ക്? ക്ലിയർ? ഇനി ചിലപ്പോൾ നമുക്ക്
ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ക്ലർക്ക് പറഞ്ഞിരുന്ന വിവരങ്ങളൊന്നും പോരായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം, ആരെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അല്ലേ. കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ആരുമായി ബന്ധപ്പെടണം? Whom should I contact for more details? ഇതിൽ ഹും എന്ന് പറഞ്ഞ വേർഡ് കണ്ടോ? ആരെ അല്ലെങ്കിൽ ആരോട് എന്നൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു WH വേർഡാണ്, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യനിലെ വേർഡാണ് ഹും എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഹും? ഹു എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് കിട്ടുക. ഹും എന്ന് പറഞ്ഞാൽ ആരോട്, ആരെ എന്നൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ഹൂസ് എന്ന് പറഞ്ഞുകൂടെ വരും. ഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ, ഹൂസ് അംബ്രല്ല ഈസ് ദിസ് എന്നൊക്കെ പറയും. ആരുടെ കൂടെയാണ് ഇത് എന്നൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് അല്ലെങ്കിൽ ആരോട്. ഓക്കെ, സോ എന്താണ്, കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ആരുമായി ബന്ധപ്പെടണം എന്ന് ചോദിക്കുമ്പോൾ whom should I contact for more details? ക്ലിയർ? ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമുക്ക് തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് കൊടുക്കാൻ പറ്റും. ആ ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ, ഈ അപേക്ഷ നമുക്ക് ഓൺലൈനിൽ ലഭിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൺലൈനിൽ ലഭ്യമാണോ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു അപേക്ഷിക്കാൻ വേണ്ടി ഓൺലൈനിൽ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപേക്ഷിക്കാൻ ഓൺലൈൻ ഓപ്ഷൻ ഉണ്ടോ എങ്ങനെയാണ് ചോദിക്കുക? അപേക്ഷിക്കാൻ ഓൺലൈൻ ഓപ്ഷൻ ഉണ്ടോ? ഈസ് ദർ ആൻ ഓൺലൈൻ ഓപ്ഷൻ ടു അപ്ലൈ? ഈസ് ദർ ആൻ ഓൺലൈൻ ഓപ്ഷൻ ടു അപ്ലൈ? ഈസ് ദർ ആൻ ഓൺലൈൻ ഓപ്ഷൻ ടു അപ്ലൈ? ക്ലിയർ? ഇനി നമ്മൾ ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, കുറേ ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ആധാർ ആയിരിക്കാം, SSLC സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, വോട്ടേഴ്സ് ID ആയിരിക്കാം, ഇങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇനി ഡൗട്ടാണ്, ഇതിപ്പോൾ എവിടെ കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, എവിടെ കൊണ്ട് സമർപ്പിക്കണം? അതെങ്ങനെയാണ് ചോദിക്കുക? ഈ രേഖ എവിടെ സമർപ്പിക്കണം, അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എവിടെ സമർപ്പിക്കണം? ഈ രേഖ എവിടെ സമർപ്പിക്കണം? Where do I submit this document? Where do I submit this document? Submit എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക. Where do I submit this document? Clear? ചില സമയത്ത് ഈ ആപ്ലിക്കേഷൻ ഫോംസ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കലായിരിക്കും. നമ്മളെപ്പോലെയുള്ള വളരെ കോമൺ ആയിട്ടുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാത്ത കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കാം അല്ലേ. ഈ ഫോം പൂരിപ്പിക്കാൻ എന്നെ സഹായിക്കാമോ, അല്ലെങ്കിൽ ഈ ഫോം പൂരിപ്പിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കുക? ഈ ഫോം പൂരിപ്പിക്കാൻ എന്നെ സഹായിക്കാമോ? ഈ ഫോം പൂരിപ്പിക്കാൻ എന്നെ സഹായിക്കാമോ? Can you help me to fill out this form? Can you help me to fill out this form? Can you help me to fill out this form? Can you help me to fill out this form? Clear? പൂരിപ്പിക്കുക എന്നുള്ളതിന് നമ്മൾ fill out എന്ന് പറയും. Clear? സോ അടുത്തത്, ചില ആപ്ലിക്കേഷന് ഡെഡ് ലൈൻ ഉണ്ടാവും, അതിനുശേഷം നമുക്ക് അതിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സപ്പോസ് എന്തെങ്കിലും എക്സാംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസസ് ആണെങ്കിലും നമ്മുടെ അടുത്ത് പറയും, ഈ ഒരു സോ ആൻഡ് സോ ഡേറ്റിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് പറയും. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ചില സർവീസസിന് എന്തുണ്ടാവും, ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. അതെങ്ങനെ ചോദിക്കുക? ഡെഡ് ലൈൻ എന്ന് വെച്ചാൽ അവസാന തീയതി. ഈ അപേക്ഷയ്ക്ക് അവസാന തീയതി എന്താണ്? ഈ അപേക്ഷയ്ക്ക് അവസാന തീയതി എന്താണ്? What is the deadline for this application? What is the deadline for this application? What is the deadline for this application? ഇനി നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തു, ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞു, ഒരു വീക്ക് കഴിഞ്ഞു, എന്നിട്ട് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതേ ഓഫീസിൽ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം, എൻ്റെ അപേക്ഷയുടെ സ്റ്റേറ്റസ് എന്താണ്, അല്ലെങ്കിൽ നില എന്താണെന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ. സോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെയാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരില്ലേ. എൻ്റെ അപേക്ഷയുടെ നില എങ്ങനെ പരിശോധിക്കാം? എൻ്റെ അപേക്ഷയുടെ നില എങ്ങനെ പരിശോധിക്കാം? How can I check the status of my application? How can I check the status of my application? How can I check the status of my application? സ്റ്റേറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ കറണ്ട് ആയിട്ട് അത് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്, അത് അപ്രൂവ് ആയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അതാണ് നില എന്ന് ഒരു മീനിങ് വരാനാണ് നമ്മളിവിടെ സ്റ്റേറ്റസ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ഹൗ ക്യാൻ ഐ ചെക്ക് ദ സ്റ്റേറ്റസ് ഓഫ് മൈ ആപ്ലിക്കേഷൻ. ക്ലിയർ ആണോ? ഇനി ചില ആപ്ലിക്കേഷൻസിൻ്റെ കൂടെ നമുക്ക് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടി വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും നമുക്ക് കോപ്പീസ് ആയിരിക്കും വെക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് ചില സമയത്ത് അതങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ,
ഇതിൻ്റെ കോപ്പിയാണോ വെക്കേണ്ടത്, ഒറിജിനലാണോ വെക്കേണ്ടത്? ഒറിജിനലിന് നമ്മൾ മലയാളത്തിൽ അസൽ രേഖകൾ എന്നാണ് പറയുക. ഒറിജിനൽ ഡോക്യുമെൻറ്റിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? അസൽ രേഖകൾ. കോപ്പിക്ക് എന്താ മലയാളത്തിൽ പറയുക? പകർപ്പ് എന്നാണ് പറയുക. സോ മലയാളത്തെക്കാളും നമുക്ക് ചിലപ്പോൾ ഈ രണ്ട് ഇംഗ്ലീഷ് വേർഡ്സ് ആയിരിക്കും ഫെമിലിയർ ആയിട്ടുള്ളത്, ഒറിജിനലും കോപ്പിയും. സോ നമുക്ക് ഒറിജിനൽ ആണോ കോപ്പിയാണോ വെക്കേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, എനിക്ക് അതിൻ്റെ അസൽ രേഖകൾ കൊണ്ടുവരണമോ അല്ലെങ്കിൽ പകർപ്പ് മതിയോ? ഞാൻ അതിൻ്റെ അസൽ രേഖകൾ കൊണ്ടുവരണോ അല്ലെങ്കിൽ പകർപ്പ് മതിയോ എന്നിങ്ങനെ ചോദിക്കുക. ഞാൻ അതിൻ്റെ അസൽ രേഖകൾ കൊണ്ടുവരണോ അതോ പകർപ്പ് മതിയോ? ഞാൻ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് കൊണ്ടുവരണോ അല്ലെങ്കിൽ കോപ്പീസ് മതിയോ എന്നിങ്ങനെ ചോദിക്കുക. ഡു ഐ need to bring original document or copies? Do I need to bring original document or copies? Do I need to bring original document or copies? Clear? ചില സമയത്ത് നമുക്ക് നമ്മൾ കോപ്പീസൊക്കെ എടുക്കുമ്പോൾ ചില കോപ്പീസൊക്കെ മിസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ് കോപ്പിയൊക്കെ എടുക്കാൻ മറന്നു പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കോപ്പി എടുത്ത് വരേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത ഫോട്ടോ കോപ്പി എടുക്കുന്ന ഏതെങ്കിലും പ്ലേസസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഷോപ്പ് വേണം. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും, ഇവിടെ അടുത്ത് ഫോട്ടോ കോപ്പി സേവനം എവിടെയെങ്കിലും ഉണ്ടോ? നമുക്കങ്ങനെ ചോദിക്കേണ്ടി വരും അല്ലേ. അടുത്ത് ഫോട്ടോ കോപ്പി സേവനം എവിടെയെങ്കിലും ഉണ്ടോ? അടുത്ത് ഫോട്ടോ കോപ്പി സേവനം എവിടെയെങ്കിലും ഉണ്ടോ? Is there a photocopy service nearby? Is there a photocopy service nearby? Is there a photocopy service nearby? Clear? അടുത്ത ഒരു ഫോട്ടോകോപ്പി സേവനം ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? Is there a photocopy service nearby? Clear? ഇനി ചില സമയത്ത് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു സേവനം നമുക്ക് നൽകിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് നമുക്ക് ചില സമയത്ത് കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കതിൻ്റെ കോൺടാക്റ്റ് നമ്പർ വേണം. അപ്പോൾ നമുക്ക് ആ കോൺടാക്റ്റ് നമ്പർ എന്താണെന്ന് ചോദിക്കേണ്ട ചില സമയങ്ങൾ വരാറുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാനുള്ള നമ്പർ എന്താണ്, കോൺടാക്റ്റ് നമ്പർ എന്താണ്, എങ്ങനെ ചോദിക്കുക? ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്റ്റ് നമ്പർ എന്താണ്? വാട്ട് ഈസ് ദ കോൺടാക്റ്റ് നമ്പർ for this department? What is the contact number for this department? What is the contact number for this department? Clear? സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അത് എവിടെ പോയി കളക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ചോദിക്കാം അല്ലേ, എൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ ലഭിക്കും? എൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ ലഭിക്കും എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക? Where can I collect my certificate? Where can I collect my certificate? Where can I collect my certificate? Clear? സോ ചില സമയത്ത് നമുക്ക് അതിലെന്തെങ്കിലും ഗ്രീവിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതുമായിട്ട് ഇൻചാർജ് ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കേണ്ടി വരും. സോ നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ചുമതലയുള്ള ഓഫീസറുമായി സംസാരിക്കാൻ പറ്റുമോ ഇങ്ങനെ ചോദിക്കാം. ക്യാൻ ഐ ടോക്ക് ടു ദ ഓഫീസർ ഇൻചാർജ്? ക്യാൻ ഐ ടോക്ക് ടു ദ ഓഫീസർ ഇൻചാർജ്? ക്യാൻ ഐ ടോക്ക് ടു ദ ഓഫീസർ ഇൻചാർജ്? സോ അവർ നമുക്ക് ആവശ്യത്തിനുള്ള സർവീസസ് ഒക്കെ നൽകിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? നമ്മുടെ ബേസിക് മാനേഴ്സ് ആയിട്ടുള്ള താങ്ക് യു പറയണം അല്ലേ. സോ അവരുടെ സഹായത്തിന് നന്ദി, അല്ലെങ്കിൽ നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്നിങ്ങനെയാണ് പറയുക. നിങ്ങളുടെ സഹായത്തിന് നന്ദി, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. എങ്ങനെയാണ് പറയേണ്ടത്? താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.